ആശയക്കുഴപ്പമാണ് ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുന്നത്. ഒരു വാർത്തയാണ്. മലയാറ്റൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണം, വീട്ടമ്മ മരിച്ചു. ഇതൊരു വാർത്തയുടെ തലക്കെട്ടാണ്. 2013 മാർച്ച് 12 മനോരമ പത്രത്തിലെ ഒരു വാർത്തയുടെ തലക്കെട്ടാണ്. അതിലെ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പാണ് വിചിത്രം. നാട്ടുബലം. മൂലംകുഴിയിൽ വീട്ടമ്മയെ ആക്രമിച്ചു കൊന്ന ശേഷം അക്രമാസക്തനായ കാട്ടുപന്നിയെ വനം വകുപ്പ് അധികൃതർ മയക്കുവെടി വെച്ച് വീഴ്ത്തിയപ്പോൾ കാട്ടിൽ തുറന്നു വിടുന്നതിനായി വണ്ടിയിലേക്ക് നാട്ടുകാർ ചുമന്നുകൊണ്ടുപോകുന്നു. ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് ആർക്കും ഇതിൽ കുഴപ്പം തോന്നുകയില്ല. എന്നാൽ കുഴപ്പമുണ്ടോ എന്നറിയാൻ നിങ്ങൾ ഇത് ഒരു വട്ടം കൂടി ഒന്ന് കേട്ടു നോക്കാം. വീട്ടമ്മയെ ആക്രമിച്ചു കൊന്ന ശേഷം അക്രമാസക്തനായ കാട്ടുപന്നിയെ കുഴപ്പം കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഭാഷാ സ്നേഹിയാണ്, നല്ലൊരു വായനക്കാരനോ ശ്രോതാവാണെന്ന് പറയാം. ഇല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ആക്രമിച്ചു കൊന്ന ശേഷം അക്രമാസക്തനായ എന്നതാണ് ഈ പ്രയോഗത്തിലെ കുഴപ്പം. ആക്രമിച്ചു കൊല്ലുമ്പോൾ പന്നി വളരെ ശാന്തനായിരുന്നു എന്നല്ലേ മനസ്സിലാകുക. പിന്നെ കക്ഷി കുറച്ച് അക്രമം നടത്തിയേക്കാമെന്ന് വിചാരിച്ച് അക്രമാസക്തനായി എന്നല്ലേ. അങ്ങനെ ആകാൻ പറ്റുമോ പന്നിക്ക്? ഒരാളെ കൊല്ലുന്നത് തന്നെ അക്രമമല്ലേ? അക്രമമാണെന്ന് പന്നിക്ക് തോന്നുന്നില്ല, എങ്കിലും അതാണല്ലോ അക്രമം. ഈ ആശയക്കുഴപ്പമില്ലാതെ ഇതെങ്ങനെ അവതരിപ്പിക്കാമെന്ന് റിപ്പോർട്ടറും എഡിറ്ററും ആലോചിച്ചില്ല. മൂലംകുഴിയിൽ വീട്ടമ്മയെ ആക്രമിച്ചു കൊന്ന കാട്ടുപന്നിയെ വനം വകുപ്പ് അധികൃതർ മയക്കുവെടി വെച്ച് വീഴ്ത്തിയപ്പോൾ കാട്ടിൽ തുറന്നു വിടുന്നതിനായി നാട്ടുകാർ വണ്ടിയിലേക്ക് ചുമന്നു.